നമസ്കാരം, ജേക്കബ് ജോജിൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3-4 വീഡിയോസായിട്ട് നമ്മൾ സീരീസായിട്ട് ചെയ്തു വരുന്നത് ഹയർ സെക്കൻഡറി സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ നിന്നുള്ള ക്ലാസ്സുകളായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു തീർത്തത് മെൻറ്റിംഗ് വോളാണ്. എയ്റ്റ്സ് ഓഫ് ഹാർമണിയിലെ ആദ്യത്തെ ചാപ്റ്റർ മെൻറ്റിംഗ് വോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയമാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമതായിട്ട് മൂവ് ചെയ്യുന്നത് അമിഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് പാരി തോമസ് എഴുതിയ ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓഥറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആരാണ് ഈ പാരി തോമസ്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത്. ഓക്കെ, എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് പാരി തോമസ്. പാരി തോമസ് വാസ് ബോൺ ഇൻ 1928 ആൻഡ് ഡൈഡ് ഇൻ 2011. 1928 ജനിച്ച് 2011 മരിച്ചുപോയ അദ്ദേഹം was a writer and poet whose memoir Down These Mean Streets became a bestseller. സോ അദ്ദേഹം ഒരു എഴുത്തുകാരനും അതോടൊപ്പം തന്നെ ഒരു കവിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെമ്മർ, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയുന്നത് ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ബെസ്റ്റ് സെല്ലർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മെമ്മർ തന്നെയാണ്. അതിൻ്റെ പേര് ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ് എന്നാണ്. ഇനി വൈൽ സ്പെൻഡിങ് 7 years ഇൻ പ്രിസൺ, ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം 7 വർഷത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം ഓർക്കുകയും അത് അദ്ദേഹം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്തതിൽ നിന്ന് അദ്ദേഹം ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എ പേഴ്സൺ ഈസ് നോട്ട് ബോൺ ആസ് എ ക്രിമിനൽ, അതായത് ഒരു മനുഷ്യനും ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല എന്നൊരു സത്യം അദ്ദേഹത്തിന് അതിൽ നിന്ന് ബോധ്യപ്പെട്ടു. കോൺസിക്വൻ്റ്ലി തുടർന്ന് ഹി ഡിസൈഡഡ് ടു യൂസ് ഹിസ് സ്ട്രീറ്റ് ആൻഡ് പ്രിസൺ നോ ഹൗ ടു റീച്ച് അറ്റ് റിസ്ക് യൂത്ത് ആൻഡ് ടു ഹെൽപ്പ് ദം അവോയ്ഡ് എ ലൈഫ് ഓഫ് ക്രൈം. അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ച് ക്രിമിനൽ നേച്ചറിലേക്ക് പോകാൻ സാധ്യതയുള്ള യങ്സ്റ്റേഴ്സിനെ അതിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകുകയാണ് ഉണ്ടായത്. അതായത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് തങ്ങൾ പോകരുത് എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ യങ്സ്റ്റേഴ്സിന് അദ്ദേഹം നൽകി വരുന്നത്. തോമസ് ട്രാവൽഡ് അറൗണ്ട് ദ US, സെൻട്രൽ അമേരിക്ക ആൻഡ് യൂറോപ്പ്, ഗിവിംഗ് ലെക്ചേഴ്സ് ആൻഡ് കണ്ടക്ടിങ് വർക്ക്ഷോപ്സ് ഇൻ കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. തോമസ് ട്രാവൽഡ് ഇൻ US, അമേരിക്കയിലും അതുപോലെ തന്നെ സെൻട്രൽ അമേരിക്ക, യൂറോപ്പ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇദ്ദേഹം സഞ്ചരിച്ചതിന് ശേഷം പല യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അദ്ദേഹം പല വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പുകളിലെല്ലാം അദ്ദേഹം കൺവേ ചെയ്ത മെസ്സേജ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് എങ്ങനെ ക്രിമിനൽ ലൈഫിൽ നിന്ന് അകന്നു നിൽക്കാം, എങ്ങനെ ക്രിമിനൽ ലൈഫിലേക്ക് പോകാതിരിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പുകളിലൂടെ അദ്ദേഹം യങ്സ്റ്റേഴ്സിന് കൈമാറിയത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകാം. വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. 2 ക്യാരക്ടേഴ്സാണ് ഇതിൽ വരുന്നത്. അമിഗോ ബ്രദേഴ്സ് എന്നാണ് ഈ സ്റ്റോറിയുടെ പേര്. 2 ക്യാരക്ടേഴ്സ്, പാരി തോമസിൻ്റെ അമിഗോ ബ്രദേഴ്സിൽ 2 മെയിൻ ക്യാരക്ടേഴ്സാണ് വരുന്നത്. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വഗാസ് എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരുടെ, 2 കൗമാരക്കാരുടെ, 2 ടീനേജേഴ്സിൻ്റെ ലൈഫാണ് ഇദ്ദേഹം ഈ സ്റ്റോറിയിൽ പറഞ്ഞു വരുന്നത്. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വഗാസ് were both 17 years old. 17 വയസ്സ് മാത്രം പ്രായമുള്ള 2 ചെറുപ്പക്കാരാണ് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വഗാസും. They were so together in friendship that they felt themselves to be brothers. അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും they were just like friends, not friends, they were brothers. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോറിക്ക് അമിഗോ ബ്രദേഴ്സ് എന്ന് പേര് വന്നത്. അതായത് 2 സഹോദരങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് അടുപ്പത്തോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് ഈ അന്റോണിയോ ക്രൂസും ഫെലിക്സ് വഗാസും പരസ്പരം പെരുമാറിയിരുന്നത്. They had known each other since childhood, growing up on the lower east side of Manhattan in the same building. സോ അവർ ചൈൽഡ്ഹുഡ് മുതൽ അവർ പരസ്പരം അറിയുന്നവരായിരുന്നു. growing up on the lower east side of Manhattan in the same building. സോ അവർ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാട്ടൻ പട്ടണത്തിൽ ഉള്ള ഒരു കെട്ടിടത്തിലായിരുന്നു അവർ വളർന്നു വന്നത്, അവർ ജീവിച്ചു വരുന്നത്. ഇനി ഇവരുടെ ഒരു ഫിസിക്കൽ നേച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വഗാസ്.
Antonio was fair, lean and lanky, while Felix was dark, short and husky. സോ അന്റോണിയോയെക്കുറിച്ച് പറയുന്നത് ഹി വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. അന്റോണിയോ വളരെ വെളുത്തതാണ്, മെലിഞ്ഞതാണ്, അതുപോലെ തന്നെ ഹി വാസ് ലാങ്കി. വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. അതേസമയം ഫെലിക്സോ ഹി വാസ് ഡാർക്ക്, കറുത്തതാണ്, അതുപോലെ തന്നെ ഷോർട്ട്, ഉയരം കുറഞ്ഞതാണ്, അതുപോലെ തന്നെ ഹസ്കിയാണ്, കുറച്ച് ഉരുണ്ട ശരീരപ്രകൃതിയുള്ള ഒരാളാണ് ഫെലിക്സ് വാഗാസ്. അന്റോണിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ എതിരാണ്. അന്റോണിയോ കുറച്ചുകൂടി മെലിഞ്ഞിട്ട് ഉയരമുള്ള ഒരു പ്രകൃതക്കാരനാണ് അന്റോണിയോ. ലാങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ ആൻഡ് ബോണി, അതുപോലെ തന്നെ ഹസ്കി എന്ന് വെച്ചാൽ ബിഗ് ആൻഡ് സ്ട്രോങ്. അതായത് അന്റോണിയോ വളരെ മെലിഞ്ഞിട്ട് ഉയരമുള്ള വെളുത്ത പ്രകൃതക്കാരനും ഫെലിക്സ് കറുത്ത് കുറുകിയ ഇരുണ്ട കളറുമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇതായിരുന്നു അവരുടെ ഒരു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അന്റോണിയോയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി, അതുപോലെ തന്നെ ഫെലിക്സ് ആകുമ്പോൾ ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. ഇത് രണ്ടും ആ രീതിയിൽ തന്നെ ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം ഓഫ് സംഡേ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. ഈ രണ്ടു പേർക്കും ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഒരേ ഡ്രീമായിരുന്നു രണ്ടുപേർക്കും. അതായത് ഒരു ദിവസം തങ്ങൾ ദേ വർ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. അതായത് തങ്ങൾ രണ്ടുപേരും ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യന്മാർ, ലോകത്തെ കീഴടക്കിയ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യന്മാരായി ഒരു ദിവസം മാറും എന്നുള്ളതായിരുന്നു അവരുടെ സ്വപ്നം. എവറി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്, സംടൈംസ് അറ്റ് ദ ബോയ്സ് ക്ലബ് ആൻഡ് സംടൈംസ് അറ്റ് ദ ജിം. സോ ഏത് നിമിഷം, എപ്പോഴെങ്കിലും അവർക്കൊരു നിമിഷം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ചെറുപ്പക്കാർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് ബോയ്സ് ക്ലബ്ബിലായിരുന്നാലും ശരി, ജിമ്മിലായിരുന്നാലും ശരി, അവർ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നു. Early morning sunrises would find them running along the East River Drive, wrapped in sweatshirts and short towels around their necks. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ തന്നെ കാണുന്നത് ഇവർ റോഡിലൂടെ ഓടുന്നതാണ്, ജോഗിങ് നടത്തുന്നതാണ്. അങ്ങനെയാണ് ഓരോ പ്രഭാതവും അവിടെ പൊട്ടിവിടരുന്നത്. കാരണം അവരത്രയ്ക്ക് അവരുടെ സ്വപ്നത്തിലേക്ക് അവർ പ്രയത്നിക്കുകയാണ്. ഒരു ദിവസം ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യന്മാരാകും, തങ്ങൾ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യന്മാരാവും, ബോക്സിംഗ് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യന്മാരാവും എന്നുള്ള അവരുടെ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള അവരുടെ യാത്രയാണ്. രാവിലെ ഏർലി മോർണിംഗിൽ, അതായത് പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ചെറുപ്പക്കാർ റോഡിലൂടെ വേർത്തൊലിച്ച ടീഷർട്ടെല്ലാം ഇട്ട് ഓടുന്നതായിട്ട് കാണാമായിരുന്നു. While some youngsters were into street negatives, Antonio and Felix slept, ate, trapped and dreamt positive. ആ സ്ട്രീറ്റിലുള്ള ചെറുപ്പക്കാരെല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഇവർ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന രണ്ട് ചെറുപ്പക്കാരായിരുന്നു. ബിറ്റ്വീൻ ദം ദേ ഹാഡ് എ കളക്ഷൻ ഓഫ് ഫൈറ്റ് മാഗസീൻസ്. സോ ഈ ബോക്സിംഗ് വിവരങ്ങളെല്ലാം പ്രസിദ്ധപ്പെടുത്തുന്ന പബ്ലിഷ് ചെയ്യുന്ന മാഗസീൻസിൻ്റെ ഒരു കളക്ഷൻ അവർക്കുണ്ടായിരുന്നു. അതുതന്നെയല്ല, അവർ അറ്റൻഡ് ചെയ്ത ബോക്സിംഗ് മാച്ചസിൻ്റെ എല്ലാം ടിക്കറ്റും അവർ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ബുക്കും അവർക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല, ചില ബോക്സേഴ്സിൻ്റെ എല്ലാം ക്ലിപ്പിങ്ങുകളും അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇത് അവരുടെ ഒരു ഹോബിയായിരുന്നു. എന്തൊക്കെയായിരുന്നു അവരുടെ ഹോബി? ഫൈറ്റ് മാഗസിൻസ് സൂക്ഷിച്ചു വയ്ക്കുക, അവർ അറ്റൻഡ് ചെയ്ത ബോക്സിംഗ് മത്സരങ്ങളുടെ ടിക്കറ്റ് സൂക്ഷിച്ചു വയ്ക്കുക, അതുപോലെ തന്നെ ബോക്സിംഗ് ലീഡേഴ്സിൻ്റെ, ബോക്സിംഗ് താരങ്ങളുടെ, ബോക്സിംഗ് സ്റ്റാർസിൻ്റെ ഫോട്ടോസ് സൂക്ഷിച്ചു വയ്ക്കുക. ഇതെല്ലാം അവരുടെ ഹോബീസായിരുന്നു. Now after a series of elimination bouts, they had been informed that they were to meet each other in the division finals that were scheduled for the 7th of August, 2 weeks away, the winner to represent the boys club in the Golden Gloves Championship tournament. So അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു മത്സരം വരികയാണ്. സോ ആഫ്റ്റർ എ സീരീസ് ഓഫ് എലിമിനേഷൻ റൗണ്ട്സിന് ശേഷം ഇനി മത്സരിക്കുന്നത് അന്റോണിയോയും ഫെലിക്സും പരസ്പരമാണ്. ഈ അന്റോണിയോയും ഫെലിക്സും പരസ്പരം മത്സരിച്ചതിന് ശേഷം അവരിൽ നിന്ന് വിജയിക്കുന്നവരെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ബോയ്സ് represent the boys club in the Golden Gloves Championship tournament. Golden Gloves Championship ടൂർണമെൻറ്റിൽ ഇവരുടെ ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അന്റോണിയും ഫെലിക്സും തമ്മിൽ മത്സരിച്ചതിന് ശേഷം അവരിൽ നിന്നുള്ള വിജയിയാണ്. അങ്ങനെ അവർ പരസ്പരം മത്സരിക്കേണ്ടുന്ന ഒരു അവസരം വന്നു ചേരുകയാണ്. ഇവരിലെ വിജയിയാണ് ബോയ്സ് ക്ലബിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. The two boys continued to run together along the East River Drive, but even when jogging with each other, they both sensed a wall rising between them. അവർ രണ്ടുപേരും അവരുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ്, രണ്ടുപേരും ഓടുകയാണ്. പക്ഷേ അങ്ങനെ ഓടുമ്പോഴും അവരുടെ ഇടയിൽ അവരറിയാതെ ഒരു വാൾ ഉയർന്നു വരുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. കാരണം അവരുടെ മനസ്സിലുണ്ട് തങ്ങൾ പരസ്പരം മത്സരിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ട്. ആ ചിന്ത അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഒരു വാൾ രൂപപ്പെടുകയാണ്. അവരറിയാതെ
ദേ ബോത്ത് സെൻസ്ഡ് എ വാൾ റൈസിങ് ബിറ്റ്വീൻ ദം. അങ്ങനെയാണ് പറഞ്ഞത്. ദേ ബോത്ത് സെൻസ്ഡ്, അവർക്ക് രണ്ടുപേർക്കും തോന്നി തുടങ്ങി തങ്ങളുടെ ഇടയിൽ ഒരു മതിൽ ഉയർന്നു വരികയാണ്, ഒരു വേർതിരിവ് ഉയർന്നു വരികയാണ്. കാരണം അടുത്ത ദിവസം, അടുത്ത ഒരാഴ്ചയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യണം. കാരണം അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തതിന് ശേഷം അവരിലെ വിജയിയാണ് ബോയ്സ് ക്ലബിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കേണ്ടത്. അടുത്ത ദിവസം മോർണിംഗ്, ലെസ് ദാൻ എ വീക്ക് ബിഫോർ ദ ബൗട്ട്, they met as usual for the daily workout. Antonio glanced at Felix, who kept his eyes purposely straight ahead, pausing from time to time to do some fancy leg work while throwing one toss followed by uppercuts to an imaginary jaw. After a mile or so, Felix puffed and said, "Let's stop a while, bro." So, അവർ രണ്ടുപേരും വളരെ യാന്ത്രികമായിട്ട് മെക്കാനിക്കലി അവരവരുടെ വർക്കൗട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഫെലിക്സ് പറഞ്ഞു, ലെറ്റ്സ് സ്റ്റോപ്പ് എ വൈൽ ബ്രോ, നമുക്കൊന്ന് നിർത്താം ബ്രോ. അന്റോണിയോ ലെറ്റ്സ് സ്റ്റോപ്പ് എ വൈൽ. ഐ തിങ്ക് വി ബോത്ത് ഗോട്ട് സംതിങ് ടു സേ ഈച്ച് അതർ. എനിക്ക് തോന്നുന്നു നമുക്ക് പരസ്പരം എന്തോ പറയാനുണ്ട് എന്ന്, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം എന്തോ പറയാനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. മാൻ, ഐ ഡോണ്ട് നോ ഹൗ ടു കം ഔട്ട് വിത്ത് ഇറ്റ്. അന്റോണിയോ ഹെൽപ്പ്, ഇറ്റ്സ് അബൌട്ട് എ ഫൈറ്റ്, റൈറ്റ്? എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായിരിക്കാമെന്ന്. Yeah, right. Felix eyes squinted at the rising orange sun. I have been thinking about it too. അതെ, ശരിയാണ്, ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് അവർ ആ ഫൈറ്റിനെ കുറിച്ച് ആണ് രണ്ടുപേരുടെയും മനസ്സിലുള്ള, അവർ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നതും. In fact, since we found out it was going to be to me and you, I've been awake at night, pulling punches on you, trying not to hurt you. Same here. It is not natural not to think about the fight. I mean, we both are fighters and we both want to win, but only one of us can win. There are no draws in the elimination. So this is an elimination round. ഇതൊരു elimination round ആണ്. So there is no chance for a draw. One of us should win. One of us must win. നമ്മൾ ഒരാൾ വിജയിച്ചേ പറ്റുള്ളൂ. കാരണം ഇതൊരു elimination round ആണ്. ഇവിടെ there is no chance for a draw. ഒരു സമനിലയ്ക്ക് യാതൊരു സാധ്യതയുമില്ല. ഒരു വിജയി നിർബന്ധമായിട്ടും വരണം. ആ വിജയിയായിരിക്കും ബോയ്സ് ക്ലബിനെ ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഫെലിക്സ് ടാപ്ഡ് അന്റോണിയോ ജെന്റ്ലി ഓൺ ദ ഷോൾഡർ. ഐ ഡോണ്ട് മീൻ ടു സൗണ്ട് ലൈക്ക് ഐ എം ബ്രാഗിങ് ബ്രോ, ബട്ട് ഐ വാണ്ട് ടു വിൻ ഫെയർ ആൻഡ് സ്ക്വയർ. സോ ഫെലിക്സ് പറയാണ്, എനിക്ക് വിജയിക്കണം. അതുപോലെ അന്റോണിയോയുടെ മനസ്സിലും അന്റോണിയോയ്ക്കും വിജയിക്കണം. അന്റോണിയോ നോട്ട് ക്വൈറ്റ്, യാ വി ബോത്ത് നോ ദാറ്റ് ഇൻ ദ റിംഗ് ദാറ്റ് ബെറ്റർ മാൻ വിൻസ്. സോ നമുക്കറിയാം ആരാണ് റിങ്ങിൽ മികച്ചത്, അയാൾ ഹി വിൽ വിൻ ഡെഫിനറ്റ്ലി. ദ ബെറ്റർ മാൻ വിൽ വിൻ ഡെഫിനറ്റ്ലി ഓൺ ദ റിംഗ്. സോ റിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആൾ വിജയിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. Tony, when we get into the ring, it's got to be like we never met. We got to be like two heavy strangers that want the same thing and only one can have it. You understand? So, the Felix പറയാണ്, ടോണി, നമ്മൾ റിങ്ങിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ പോലെ, ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടുമുട്ടിയിട്ടില്ലാത്ത രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ പോലെ ഫൈറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് സിൻസിയറായിട്ട് ഫൈറ്റ് ചെയ്യുകയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായി സാധിക്കുകയുള്ളൂ. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. ഇറ്റ്സ് ഗോട്ട് ടു ബി ലൈക്ക് വി നെവർ മെറ്റ്. നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രണ്ടാളുകളെ പോലെ പെരുമാറണം. അതുപോലെ തന്നെ വി ഗോട്ട് ടു ബി ലൈക്ക് ടു ഹെവി സ്ട്രേഞ്ചേഴ്സ് ദാറ്റ് വാണ്ട് ദ സെയിം തിങ്. അതായത് രണ്ട് സ്ട്രേഞ്ചേഴ്സിനെ പോലെ, നമ്മൾ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത രണ്ട് ഹെവി സ്ട്രേഞ്ചേഴ്സിനെ പോലെ, തികച്ചും അപരിചിതരെ പോലെ നമ്മൾ റിങ്ങിൽ ഏറ്റുമുട്ടേണ്ട രണ്ടാളുകളാണ്. കാരണം നമുക്ക് രണ്ടുപേർക്കും ഒരേ ലക്ഷ്യമാണ്, അതായത് വിജയിക്കുക എന്ന ഒരേ ലക്ഷ്യം. വിജയി ബോയ്സ് ക്ലബിനെ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് ചാമ്പ്യൻഷിപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുകയും വേണം. കാരണം ഇതൊരു എലിമിനേഷൻ റൗണ്ടാണ്, ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ. ബെറ്റർ മാൻ വിൽ വിൻ ഹിയർ. I know, Tony smiled. No pulling punches. We go all the way. Yeah, that's right. Listen, Tony. Don't you think it's a good idea if we don't see each other until the day of the fight? I'm going to stay with my own Lucy in the broad. So, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒരാഴ്ചത്തേക്കൊന്ന് പിരിഞ്ഞാലോ? അവർ ചോദിക്കുകയാണ്, പരസ്പരം ചോദിക്കുകയാണ്, നമുക്കിനി ഒരാഴ്ചത്തേക്കൊന്ന് പിരിഞ്ഞാലോ? ഫെലിക്സ് പറയാണ്, ഫെലിക്സിൻ്റെ ഒരു ആൻറ്റിയുണ്ട്, ലൂസി, ബ്രോൺസിൽ താമസിക്കുന്ന ലൂസി എന്ന് പറയുന്ന ആൻറ്റി. ആ ആൻറ്റീൻ്റെ അടുത്തേക്ക് ഫെലിക്സ് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ഇനി ഒരാഴ്ചയുള്ളൂ ഫൈറ്റിന്. ഒരാഴ്ചത്തേക്ക് രണ്ടുപേരും പിരിഞ്ഞു നിന്ന് ഒന്ന് വർക്കൗട്ട് നടത്തിയാലോ എന്ന് അവർ ചിന്തിക്കുകയാണ്. ടോണി സ്ക്രാച്ച്ഡ് ഹിസ് നോസ് പെൻസീവ്ലി. യാ, ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്. യെസ്, അതൊരു ബെറ്റർ ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്കെന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം. ഡീൽ. ഫെലിക്സ് സൈഡ്ലി സ്ലാപ്ഡ് ഓപ്പൺ സ്കിൻ. റെഡി ഫോർ സം മോർ റണ്ണിങ്? ടോണി ആസ്ക്ഡ്. നോ ബ്രോ, ലെറ്റ്സ് കട്ട് ഇറ്റ് ഹിയർ. നമുക്കിപ്പോൾ ഇവിടെ വെച്ച് പിരിയാം. യു ഗോ ഓൺ. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ടുഗദർ ഇൻ മൈ ഹെഡ്.
You are not worried, are you? Tony asked. No way, man, Felix laughed out loud. I just think it's cooler if we split right here. After the fight we can get it together again like nothing ever happened. So നമുക്ക് ഇവിടെ വെച്ച് പിരിയാം, അതിനുശേഷം നമുക്ക് വീണ്ടും പഴയതുപോലെ സുഹൃത്തുക്കളാകാം. അത് ഈ മത്സരത്തിന് ശേഷമാകട്ടെ എന്ന് അവർ തീരുമാനിക്കുകയാണ്. The Amigo brothers were not ashamed to hug each other tightly. അവർ പരസ്പരം ആലിംഗനം ചെയ്തതിന് ശേഷം അവർ പിരിഞ്ഞു പോവുകയാണ്. The evening before the big fight, Tony made his way to the roof of his building. So ആ രാത്രി, ആ വലിയ യുദ്ധത്തിൻ്റെ, ആ വലിയ മത്സരത്തിൻ്റെ തലേ ദിവസം രാത്രി ടോണി അങ്ങോട്ട് പോവുകയാണ്. ഹിസ് വേ ടു ദ റൂഫ് ഓഫ് ഹിസ് ബിൽഡിംഗ്. അവൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ടോണി പോവുകയാണ്. റൂഫിലേക്ക് ടോണി പോവുകയാണ്, മട്ടുപ്പാവിലേക്ക് പോവുകയാണ്. In the quite early dark, he peered over the ledge. He tried not to think of Felix. അവൻ ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. Feeling he had succeeded in psyching his mind. അവൻ്റെ മനസ്സിൽ നിന്ന് ഫെലിക്സിനെ പൂർണ്ണമായിട്ടും മാറ്റുകയാണ്. But only in the ring would he really know. To spare Felix hurt, he would have to knock him out early and quick. ഫെലിക്സിനെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യം തന്നെ ഫെലിക്സിനെ ഇടിച്ചു വീഴിക്കണം. ആദ്യത്തെ പഞ്ച് ഫെലിക്സിന് അന്റോണിയെ കൊടുക്കണം. എങ്കിൽ മാത്രമേ അന്റോണിയയ്ക്ക് ഫെലിക്സിനെ തോൽപ്പിക്കാൻ പറ്റൂ. കാരണം ഫെലിക്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ വളരെ കൃത്യമായിട്ട് അന്റോണിയേക്കാൾ നന്നായിട്ട് അറിയുന്ന വേറൊരാളില്ല. അതുകൊണ്ട് തന്നെ ഫെലിക്സിനെ ആദ്യത്തെ പഞ്ചിൽ തന്നെ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ അന്റോണിയോയ്ക്ക് ഫെലിക്സിന് മുകളിൽ ഒരു വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. Up in the South Bronx, Felix decided to take in a movie in an effort to keep Antonio's face away from his face. സോ ആ സമയം ഫെലിക്സ് എന്ത് ചെയ്തു? ഒരു മൂവി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അന്റോണിയോനെ മനസ്സിൽ നിന്ന് കളയാനായിട്ട്. ദ ഫ്ലിക്ക് വാസ് ദ ചാമ്പ്യൻ ബൈ കിർക്ക് ഡഗ്ലസ്. സോ അവൻ കണ്ട ഫിലിം ഏതാണ്? ദ ചാമ്പ്യൻ ബൈ കിർക്ക് ഡഗ്ലസിൻ്റെ ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹം കണ്ടത്. ദ ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൺ. ചാമ്പ്യൻ ഇതിനകത്ത് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഫെലിക്സ് ഫെൽറ്റ് എ ഷോക്ക്. ഫെലിക്സിന് അതൊരു ഷോക്കായി മാറി. ഹി സോ ഹിംസെൽഫ് ഇൻ ദ റിംഗ് ബ്ലാസ്റ്റിംഗ് അന്റോണിയോ അഗെയിൻസ്റ്റ് ദ റോപ്സ്. സോ അവൻ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. റിങ്ങിൽ ഫെലിക്സ് അന്റോണിയെ ഇടിച്ച് റോപ്സിലേക്ക് തെറിപ്പിച്ചിടുന്ന ആ മനോഹരമായ ദൃശ്യം ഫെലിക്സ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണുകയാണ്. He walked up some dark streets, deserted except for small pockets of weary-looking kids wearing gang colors. Walking the streets had not relaxed him, neither had the fight flick. All it had done was to stir him up. He let himself quietly into his own Lucy's apartment and went straight to bed. അതിനുശേഷം അവൻ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയും കിടന്നുറങ്ങുകയും ചെയ്യുകയാണ് ഫെലിക്സ്. Antonio was passing some heavy time on his rooftop. How would the fight tomorrow affect his relationship with Felix? സോ തൻ്റെ ഫെലിക്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെ നാളത്തെ ഫൈറ്റ് അഫക്റ്റ് ചെയ്യും എന്ന് അന്റോണിയോ ചിന്തിക്കുകയാണ്. ആഫ്റ്റർ ഓൾ ഫൈറ്റിംഗ് വാസ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. അതിനുശേഷം അവൻ ചിന്തിക്കുകയാണ്, ഫൈറ്റിംഗ് എന്ന് പറയുന്നത് മറ്റേതൊരു പ്രൊഫഷനെ പോലെ ഒരു പ്രൊഫഷനായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. ഫ്രണ്ട്ഷിപ്പും പ്രൊഫഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. But a gnawing doubt crept in. He cut negative thinking really quick by doing some speedy fancy dance step. ചില ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ചെയ്തിട്ട് തൻ്റെ മനസ്സിൽ നിന്നുള്ള നെഗറ്റീവ് ചിന്താഗതികളെ അന്റോണിയോ ഒഴിവാക്കി കളയാനായിട്ട് ശ്രമിക്കുകയാണ്. Both of them they thought they were like brothers, not friends. They thought they were like brothers. തങ്ങൾ സഹോദരന്മാരെ പോലെയാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. Antonio went to sleep. അന്റോണിയോ ഉറങ്ങാനായിട്ട് കിടന്നു. Like his friend, he prayed for victory by a quick clean knockout in the first round. സോ തൻ്റെ ഫ്രണ്ടിനെ പോലെ തന്നെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഒരു ക്ലീൻ നോക്കൗട്ടിലൂടെ വിജയത്തിലേക്ക് എത്താൻ അന്റോണിയോ ആഗ്രഹിക്കുകയാണ്. Large posters plastered all over the walls of local shops announced the fight between Antonio Cruz and Felix Vargas as the main bout. So large posters എല്ലാം അവിടെ ഒട്ടിച്ചിരിക്കുകയാണ്. എന്താണ്? അന്റോണിയോ ക്രൂസും ഫെലിക്സ് വഗാസും തമ്മിലുള്ള മത്സരത്തിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാ സ്ഥലങ്ങളിലൂടെയും, എല്ലാ മതിലുകളിലൂടെയും കടയുടെ ഭിത്തികളിലൂടെയും എല്ലാം അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൻ്റെ പോസ്റ്റേഴ്സ് ഒട്ടിച്ചിരിക്കുകയാണ്. The fight had created great interest in the neighborhood. ആ അയൽവക്കങ്ങളിലെല്ലാം ഇവർ തമ്മിലുള്ള ഫൈറ്റ് വളരെ ആളുകളുടെ ഇടയിലെല്ലാം വളരെ ആവേശം നിറച്ചിരിക്കുകയാണ്. Antonio and Felix were well liked and respected. Each had his own loyal following. സോ ആളുകൾക്ക് ഇടയിലെല്ലാം ഇവർക്ക് വലിയ മതിപ്പാണ്. രണ്ടുപേർക്കും അവരവരുടേതായ ഫാൻ ഫോളോവേഴ്സ് വരെ ഉണ്ട്. The fight was scheduled to take place in Tompkins Square Park. ടോംകിൻസ് സ്ക്വയർ പാർക്കിലാണ് ഈ മത്സരം നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. The morning of the fight, Tompkins Square was a beehive of activity with numerous workers setting up the ring, the seats and the guest speakers stand.
സോ രാവിലെ തന്നെ അവിടെ ജോലികൾ തുടങ്ങിയിരിക്കുകയാണ് ടോംകിൻസ് സ്ക്വയർ പാർക്കിൽ. അവിടെ ചെയറുകൾ അറേഞ്ച് ചെയ്യുന്നു, റിങ് സ്റ്റേജ് സെറ്റ് ചെയ്യുന്നു, ചെയറുകൾ അറേഞ്ച് ചെയ്യുന്നു, അതുപോലെ തന്നെ ഗസ്റ്റ് സ്പീക്കേഴ്സ് സ്റ്റാൻഡുകൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള വളരെ അവിടെ ഒരു ബോക്സിംഗ് റിങ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയം അതിൻ്റേതായ രീതി ആ നിലയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുകയാണ്. The scheduled bouts began shortly afternoon and the park had begun filling up even earlier. ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം മത്സരം തുടങ്ങിയാണ്. പക്ഷേ അതിനു മുമ്പേ ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. The waiting time was over. Felix was escorted from the classroom by a dozen fans in white t-shirts. The waiting time was over. So now waiting time കഴിഞ്ഞു. Now the match is going to begin. So Felix ഒരു വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട്, അദ്ദേഹത്തിൻ്റെ ഫാൻസും എല്ലാം വൈറ്റ് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഫെലിക്സിനെ എസ്കോർട്ട് ചെയ്ത് അദ്ദേഹം റിങ്ങിലേക്ക് വരികയാണ്. അന്റോണിയോ വാസ് എസ്കോർട്ടഡ് ഡൗൺ എ ഡിഫറെൻറ്റ് സ്റ്റേവൾ ആൻഡ് ഗൈഡഡ് ത്രൂ ദ റോപ്ഡ് ഓഫ് പാത്ത്. സോ അന്റോണിയോ മറുവശത്തുനിന്നും വരികയാണ്, ഫെലിക്സ് ഒരു വശത്തുനിന്നും അന്റോണിയോ മറുവശത്തുനിന്നും വരികയാണ്. As the two climbed into the ring, the crowd exploded with a roar. സോ ഇവർ രണ്ടുപേരും റിങ്ങിലേക്ക് വന്നതോടെ ആളുകളെല്ലാം വലിയ തോതിലുള്ള ഒച്ചയുണ്ടാക്കിയാണ്, അലറുകയാണ് ആളുകൾ. Antonio and Felix both bowed gracefully and then raised their arms in acknowledgement. സോ രണ്ടുപേരും സ്റ്റേജിന് നേരെ, ആളുകൾക്ക് നേരെ അവരുടെ തല കുനിച്ച് അവരെ വണങ്ങി, അതിനുശേഷം കൈകൾ ഉയർത്തി അവരെ അഭിവാദ്യം ചെയ്തു. Antonio tried to be cool. He turned slowly to meet Felix's eyes looking directly into his. Felix nodded his head and Antonio responded. So അവർ രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കി, രണ്ടുപേരും പരസ്പരം തലയാട്ടി, പരസ്പരം both of them responded each other. They greeted each other. Bong bong bong, the roar turned into stillness. So bong 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 സൗണ്ട് കേൾക്കുകയാണ്. ആ അലർച്ചയെല്ലാം ഒരു നിമിഷത്തേക്ക് ശാന്തമായി. Ladies and gentlemen, the announcer spoke slowly. So ladies and gentlemen, the announcer spoke. So അവിടെ ഒരു അനൗൺസർ ഉണ്ട്, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യണം. Ladies and gentlemen, now is the moment. We have all been waiting for the main event between the two fine young Puerto Rican fighters in this corner. So this is the moment we are all waiting for, the fight between two Puerto Rican fighters, young fighters. In this corner, weighing 134 pounds, Felix Vaga. So ഈ കോർണറിൽ നിൽക്കുന്ന 134 പൗണ്ട് തൂക്കമുള്ള ഫെലിക്സ് വഗേഴ്സ് ആണ്. ഓൺ ദ അതർ കോർണർ weighing 133 pounds. അടുത്ത കോർണറിൽ നിൽക്കുന്ന, മറ്റേ മൂലയിൽ നിൽക്കുന്നത് 133 കിലോ പൗണ്ട് തൂക്കമുള്ള അന്റോണിയോ ക്രൂസ് ആണ്. The winner will represent the boys club in the Golden Gloves Championship tournament. So ഇവിടുത്തെ വിജയി ബോയ്സ് ക്ലബിനെ ഗോൾഡൻ ഗ്ലൗവ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യും. There will be no draw. May the best man win. So there will be no draw in this match because this is an elimination match. So there is no draw. Draw has no chance here. Only the best man will win and he will represent the boys club in the Golden Glove tournament, Golden Gloves Championship tournament. The announcer spoke like that. The cheering of the crowd shook the window panes of the old building surrounding Tompkins Square Park. So ആളുകളുടെ അലർച്ച അവിടെയുള്ള ആ ഓൾഡ് വിൻഡോസിനെ എല്ലാം ഇളക്കാനായിട്ട് തുടങ്ങി. At the center of the ring, ആ റിങ്ങിൻ്റെ സെൻട്രയിൽ, the referee was giving instructions to the youngstersന് ഇൻസ്ട്രക്ഷൻസ് നൽകിയാണ്. Keep your punches up. നിങ്ങളുടെ പഞ്ചസ് എപ്പോഴും ഉയർന്നു നിൽക്കട്ടെ. No low blows ഒന്നും നൽകാതിരിക്കുക. No punching on the back of the head. തലയ്ക്ക് പിറകിൽ ഇടിക്കാതിരിക്കുക. Keep your heads up. Always keep your heads up. Understand? Let's have a clean fight. നമുക്കൊരു മാന്യമായ ഫൈറ്റ് നടത്തണം. അതുകൊണ്ടാണ് ഇത്തരം ഇൻസ്ട്രക്ഷൻസ് എല്ലാം നൽകുന്നത്. Now shake hands and come out fighting. So പരസ്പരം ഹസ്തദാനം നൽകി ഫൈറ്റ് തുടങ്ങിക്കോളൂ. Both youngsters touched gloves and nodded. So അവർ രണ്ടുപേരും അവരുടെ ഗ്ലൗസിൽ പരസ്പരം ടച്ച് ചെയ്തതിന് ശേഷം തലയെല്ലാട്ടി അവർ ഫൈറ്റിലേക്ക് കിടക്കുകയാണ്. They turned and danced quickly to their corners. അവർ രണ്ടുപേരും അവരുടെ കോർണേഴ്സിലേക്ക് പോയി. Bong bong bong, round 1. So round 1 അടുത്തായിട്ട് round 1 സ്റ്റാർട്ട് ചെയ്യാണ്. Felix and Antonio turned and faced each other squarely in a fighting pose. So രണ്ടുപേരും ഒരു ഫൈറ്റിംഗ് പോസിലേക്ക് വന്നു. Felix wasted no time. ഫെലിക്സ് സമയമൊന്നും പാഴാക്കിയില്ല. He came in fast, head low, half hunched towards his right shoulder and lashed out with a straight left. He missed a right cross as Antonio slipped the punch and countered with 3 left that snapped Felix's head back. So ഫെലിക്സ് ആണ് ആദ്യം ഒരു പഞ്ച് അന്റോണിയോയ്ക്ക് നൽകിയത്. പക്ഷേ അന്റോണിയോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. മാത്രമല്ല അന്റോണിയോ 3 പഞ്ച് ഫെലിക്സിൻ്റെ തലയ്ക്ക് പിറകിലായി കൊടുത്തു.
sending a mild shock coursing through him. If Felix had any small doubt about the friendship affecting the fight, it was being neatly dispelled. സോ ഫെലിക്സിന് ഇനി അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒരു സംശയം വേണ്ട. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഈ ഒരു പഞ്ചിലൂടെ ഫെലിക്സിന് പോയി കിട്ടി. കാരണം നല്ല നീറ്റായിട്ട് 3 പഞ്ച് അന്റോണിയോ ഫെലിക്സിൻ്റെ തലയ്ക്ക് പിറകെ കൊടുത്തു. അത് ഫെലിക്സിൽ ചെറിയൊരു ഷോക്ക് ഉണ്ടാക്കി. അന്റോണിയോസ് ലെഫ്റ്റ് ഹാൻഡ് വാസ് ലൈക്ക് എ പിസ്റ്റൺ pumping jabs one right after another with seeming ease. അന്റോണിയോയുടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പിസ്റ്റൺ. അതായത് വളരെ പവർഫുള്ളാണ് അന്റോണിയോയുടെ ലെഫ്റ്റ് ഹാൻഡ്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് കിട്ടിയത് ഫെലിക്സിന് വളരെ കൃത്യമായിട്ട് അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. Felix bobbed and weaved and never stopped boring in. He knew that at long range he was at a disadvantage. ഫെലിക്സിന് കൃത്യമായിട്ട് അറിയാം ലോങ് റേഞ്ചിൽ അവനൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അവൻ്റെ വീക്ക്നെസ് ലോങ് റേഞ്ച് ആണ്. Antonio had too much reach on him. Only by coming in close could Felix hope to achieve the dreamed of knockout. സോ അന്റോണിയുമായിട്ട് വളരെ അടുത്ത് വന്നെങ്കിൽ മാത്രമേ ഫെലിക്സിന് ഒരു അപ്പർ ഹാൻഡ് കിട്ടൂ. Antonio knew the dynamite that was stored in his Amigo brothers' fist. സോ അന്റോണിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഫെലിക്സിൻ്റെ സ്ട്രെങ്ത് എവിടെയാണെന്ന്. He ducked a short right and missed a left hook. Felix trapped him against the rope just long enough to pour some punishing rights and left Antonio's hard midsection. So Antonio slipped away from Felix, crashing 2 lefts to his head, which set Felix right ear ringing. So ഫെലിക്സ് വീണ്ടും അന്റോണിയനെ റോപ്പിനോട് ചേർത്ത് നിർത്തി ആക്രമിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അന്റോണിയോയുടെ മിഡ് സെക്ഷനാണ് ഫെലിക്സ് എയിം ചെയ്തത്. പക്ഷേ അന്റോണിയോ വളരെ വിദഗ്ധമായിട്ട് അത് ഒഴിവാകുകയും ക്രാഷിംഗ് 2 ലെഫ്റ്റ്സ് ഓൺ ഹിസ് ഹെഡ്. ഫെലിക്സിൻ്റെ തലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് രണ്ട് പഞ്ച് കൂടി നൽകി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫെലിക്സിൻ്റെ റൈറ്റ് ഇയർ റിങ് ചെയ്യുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. ഫെലിക്സ് walked briskly back to his corner. Antonio gracefully danced his way towards his stool. So the first round was over. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പർ ഹാൻഡ് അന്റോണിയോയ്ക്കാണ്. കാരണം ഫെലിക്സിന് കാര്യമായിട്ടൊന്നും ഫസ്റ്റ് റൗണ്ടിൽ നേടാനായിട്ട് സാധിച്ചില്ല. So bong bong, round 2. Felix was off his stool and rushed to Antonio's like a bull. So ഫെലിക്സ് ഒരു ബുള്ളിനെ പോലെ, ഒരു കുറ്റൻ ബുള്ളിനെ പോലെ അന്റോണിയോനെ ആക്രമിച്ചു. സെൻഡിങ് എ ഹാർഡ് റൈറ്റ് ടു ഹിസ് ഹെഡ്. അദ്ദേഹത്തിൻ്റെ വലത് കൈ ഉപയോഗിച്ചിട്ട് അന്റോണിയോയുടെ തല നോക്കി ഒരെണ്ണം കൊടുത്തു. Antonio had sent back a blurring barrage of lefts and rights that only meant to pain to Felix. Felix bobbed and weaved, occasionally punching his 2 gloves together. So അതിനുശേഷം അന്റോണിയും ഫെലിക്സും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. Antonio waited for the rush that was sure to come. Felix closed in and feinted with his left shoulder and threw a right instead. So ഇത്തവണ ഫെലിക്സിനാണ് അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത്. ഫെലിക്സ് അന്റോണിയോയ്ക്ക് 1-2 പഞ്ച് നൽകി. Rights to the body, left to the head. Neither fighter was giving an inch. രണ്ടുപേരും 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ പരസ്പരം ഫൈറ്റ് ചെയ്യുകയാണ്. Rights to the body, left to the head. Suddenly a short right caught Antonio squarely on the chin. സോ പെട്ടെന്ന് തന്നെ ഒരെണ്ണം അന്റോണിയോയുടെ താടിക്ക് കിട്ടി ഫെലിക്സിൻ്റെ വാ. His long legs turned to jelly and his arms flailed out desperately. സോ ആ ഒരു അദ്ദേഹത്തിൻ്റെ ചിൻ നോക്കിയിട്ടുള്ള ആ ഇടി അന്റോണിയെ പതുക്കെ ഫെയിൻ്റാക്കി. അദ്ദേഹത്തിൻ്റെ കാലുകൾ കുഴയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഫെലിക്സ് ഗ്രണ്ടിങ് ലൈക്ക് എ ബുൾ ത്രൂ വൈൽഡ് പഞ്ചസ് ഫ്രം എവറി ഡയറക്ഷൻ. സോ ഒരു ബുള്ളിനെ പോലെ, ഒരു കാളക്കൂറ്റനെ പോലെ ഫെലിക്സ് അന്റോണിയെ 4 സൈഡിൽ നിന്നും ആക്രമിക്കുകയാണ്. Antonio, groggy, bobbed and weaved, evading most of the blows. Suddenly his head cleared. സോ വളരെ പെട്ടെന്ന് അവൻ എല്ലാം ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്ലിയർ ആയി. അദ്ദേഹം he back to his position. His left flashed out hard and straight, catching Felix on the bridge of his nose. അതിനുശേഷം തൻ്റെ ഇടത് കൈ കൊണ്ട് ഫെലിക്സിൻ്റെ മൂക്കിൻ്റെ ബ്രിഡ്ജ് നോക്കി അന്റോണിയോ ഒരു പഞ്ച് നൽകി. In a fog, Felix heard the roaring of the crowd. സോ ആ സമയം ഫെലിക്സ് ജനങ്ങളുടെ അലർച്ച കേൾക്കുകയാണ്. Who seemed to have gone insane. His head cleared to hear the bell sound at the end of the round. His trainer sat him down on the stool in his corner. Antonio was doing what all fighters do when they are hurt. They sit and smile at everyone. So both of them sit on their own stools and laugh at the audience and smile at the audience. The referee signaled the ring doctor to check the fighters out. സോ റഫറി റിംഗ് ഡോക്ടേഴ്സിനോട് അവരെ രണ്ടുപേരെയും 2 ഫൈറ്റേഴ്സിനെയും ചെക്ക് ചെയ്യാനായിട്ട് പറയുകയാണ്. He did so and then gave his okay. The cold water sponges brought clarity to both Amigo brothers. They were rubbed until their circulation ran free. അതിനുശേഷം ഡോക്ടേഴ്സ് രണ്ടുപേർക്കും ക്ലീൻ ചിറ്റ് നൽകി. രണ്ടുപേരും they were medically fit. അതിനുശേഷം
കോൾഡ് വാട്ടർ സ്പോഞ്ചസ് ഉപയോഗിച്ച് അവരുടെ ഇടി കിട്ടിയ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തു, നന്നായിട്ട് റബ്ബ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആശ്വാസം തോന്നി, വേദനയ്ക്കെല്ലാം ഒരു ശമനം വന്നു. ബോങ് റൗണ്ട് 3 ദ ഫൈനൽ റൗണ്ട്. സോ ഫൈനൽ റൗണ്ടിൻ്റെ ബെല്ല് മുഴങ്ങി. Up to now it had been tic-tac-toe, pretty much even, but everyone knew there could be no draw and that this round would decide the winner. So ആദ്യത്തെ റൗണ്ടിൽ അന്റോണിയും രണ്ടാമത്തെ റൗണ്ടിൽ ഫെലിക്സിനും അപ്പർ ഹാൻഡ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ the last round will decide the winner of the match. This time to Felix's uppers, it was Antonio who came out fast, charging across the ring. Felix braced himself out, couldn't ward off the barrage of his punches. So ഈ റൗണ്ടിൽ അന്റോണിയാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്റോണിയോയുടെ പഞ്ചുകൾ ഫെലിക്സിന് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഫെലിക്സ് tapped his gloves and commenced his attack anew. Antonio, throwing boxes caution to the winds, jumped in to meet him. Both pounded away. So both of them, അവർ രണ്ടുപേരും വളരെ ഹാർഡ് ആയിട്ടുള്ള ഫൈറ്റ് ഈ തേർഡ് റൗണ്ടിൽ കാഴ്ചവെക്കുകയാണ്. neither gave an inch and neither fell into the canvas. രണ്ടുപേരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതുള്ള ഒരു ഫൈറ്റാണ് അവിടെ അരങ്ങേറുന്നത്. The sounds of their blows were loud in contrast to the silence of a crowd gone completely mute. The referee was stunned by their savagery. സോ അവിടെ കൂടിയിരിക്കുന്ന ഓഡിയൻസ് എല്ലാം ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിലേക്ക് വന്നു. ഇപ്പോൾ കേൾക്കുന്നത് സഹോദരന്മാരുടെ ഫൈറ്റിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, അവരുടെ പഞ്ചിൻ്റെ സൗണ്ട് മാത്രമേ ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. ആ ഓഡിയൻസ് മുഴുവൻ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ, ഒരു പിൻ ഡ്രോപ്പ് സൈലൻസിലേക്ക് എത്തിയിരിക്കുന്നു. റഫറിയെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റാണ് ആ രണ്ട് സഹോദരന്മാർക്കിടയിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോങ് 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 ദ ബെൽ സൗണ്ടഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. സോ ബെല്ല് മുഴങ്ങുകയാണ്. ഫെലിക്സ് ആൻഡ് അന്റോണിയോ വർ പാസ്റ്റ് ഹിയറിംഗ്. അവർ ഈ ബെല്ല് മുഴങ്ങുന്നൊന്നും കേൾക്കുന്നില്ല. അവർ രണ്ടുപേരും പൂർണ്ണമായും സിൻസിയറായിട്ടുള്ള ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Their blows continued to pound on each other like hailstones. രണ്ട് hailstones പോലെ അവരുടെ പഞ്ചുകൾ നടക്കുകയാണ്. Finally the referee and the two trainers pried Felix and Antonio apart. സോ അവസാനം റെഫറിയും രണ്ട് ട്രെയിനേഴ്സും കൂടി സ്റ്റേജിൽ റിങ്ങിൽ കയറി അവർ രണ്ടുപേരും പിടിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു. കോൾഡ് വാട്ടർ വാസ് poured over them to bring them back to their senses. കോൾഡ് വാട്ടർ അവരുടെ തലയിലൂടെ ധാരാളം കോരി ഒഴിക്കേണ്ടതായിട്ട് വന്നു. കാരണം ടു ബ്രോട്ട് ദം ബാക്ക് ടു സെൻസസ്, അവരുടെ സെൻസിലേക്ക്, ടു ബാക്ക് ടു ദ ഓൾഡ് പൊസിഷൻ, അവരുടെ പഴയ പൊസിഷനിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തണുത്ത വെള്ളം അവരുടെ തലവഴി ഒഴിക്കേണ്ടതായിട്ട് വന്നു. ദേ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റഷ്ഡ് ടുവാർഡ് ഈച്ച് അതർ. സോ അവർ പരസ്പരം നോക്കുകയും അവർ ചുറ്റും നോക്കുകയും വീണ്ടും പരസ്പരം ആക്രമിക്കാനായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു. എ ക്രൈ ഓഫ് അലാം സർജ് ത്രൂ ദ ടോംസ്കിൻ സ്ക്വയർ പാർക്ക്. Was this a fight to the death instead of a boxing match? സോ ഇതൊരു ബോക്സിംഗ് മാച്ചാണോ അതെയോ രണ്ടുപേരിൽ ആരുടെയും ഒരാളുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു മാച്ചാണോ എന്ന് ആളുകൾക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ അരങ്ങേറിയിരുന്നത്. The fear soon gave way to wave upon wave of cheering as the two amigos embraced. സോ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ വളരെ സന്തോഷം കൊണ്ടുള്ള ഒരു അലർച്ച ഉണ്ടായി. സോ ബോത്ത് ഓഫ് ദം വർ എംബ്രേസ്ഡ് ഈച്ച് അതർ. അവർ രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തു. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ ദേ ന്യൂ ദേ വുഡ് ഓൾവേസ് ബി ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. നോ മാറ്റർ വാട്ട് ദ ഡിസിഷൻ, എന്താണ് അവരുടെ ആ ഒരു തീരുമാനം എന്നുള്ളതിന് ഇവിടെ ഒരു പ്രസക്തിയുമില്ല. പക്ഷേ അവർ രണ്ടുപേരും ചാമ്പ്യൻസാണ്. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തത് ചാമ്പ്യന്മാരെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ മത്സരത്തിൻ്റെ വിജയി ആരാണ് എന്നുള്ളതിനും യാതൊരു വിധ പ്രസക്തിയുമില്ല. കാരണം അവർ രണ്ടുപേരും ചാമ്പ്യന്മാരെ പോലെ തന്നെ ഫൈറ്റ് ചെയ്തു. ബോങ് 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 ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, the winner and representative to the Golden Gloves Tournament of Champions is. So the announcement again started. അനൗൺസ്മെൻറ്റ് തുടങ്ങിയാണ്. സോ ഈ മത്സരത്തിൻ്റെ വിജയ് ആരാണ് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൽ ബോയ്സ് ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്യാനായി പോകുന്നത്. ദ വിന്നറിൻ്റെ നെയിം പറയാനായിട്ട് തുടങ്ങിയാണ് the speaker. The announcer turned to point the winner and found himself alone. സോ അനൗൺസർ റിങ്ങിൽ നിന്ന് വിന്നറെ പോയിന്റ് ചെയ്യാനായിട്ട് തൻ്റെ ഫിംഗർ ഉയർത്തി കഴിഞ്ഞപ്പോൾ ഹി അണ്ടർസ്റ്റുഡ് ഹി വാസ് അലോൺ ഓൺ ദാറ്റ് റിംഗ്. ആ റിങ്ങിൽ അനൗൺസർ മാത്രമേ ഉള്ളൂ. ബോത്ത് ദ ചാമ്പ്യൻസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ദ റിംഗ്. ആ ചാമ്പ്യൻസ് റിങ്ങിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അനൗൺസർ മാത്രമാണ് റിങ്ങിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. സോ ദിസ് വാസ് ദ സമ്മറി ഓഫ് ദ സ്റ്റോറി. വളരെ രസകരമായ ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അമിഗോ ബ്രദേഴ്സ്. അന്റോണിയോ
ക്രൂസ് ആൻഡ് ഫെലിക്സ് വാഗാസ്. അതിനുശേഷം വരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടതാണ്, കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ദെൻ ഹൗ ഡിഡ് ദേ വർക്ക് ടു അച്ചീവ് ദ ഡ്രീംസ്? അവരുടെ സ്വപ്നത്തിലേക്ക് അവർ എന്തെല്ലാം എങ്ങനെയാണ് അവരുടെ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് അവർ പരിശ്രമിച്ചത്? സോ വാട്ട് വാസ് ദ വാൾ റേസിംഗ് ബിറ്റ്വീൻ ദം? അവരുടെ ഇടയിൽ ഉയർന്നു വന്ന ആ മതിൽ ഏതാണ്? അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനി ദ അമിഗോ ബ്രദേഴ്സ് വർ പോപ്പുലർ ആസ് ബോക്സേഴ്സ്. അവർ രണ്ടുപേരും വളരെ പോപ്പുലർ ബോക്സേഴ്സ് ആയിരുന്നു. ഹൗ ഡു യു നോ ദാറ്റ്? നിങ്ങൾ എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? ഹൂ ഡു യു തിങ്ക് വിൽ വിൻ ദ മാച്ച്? അന്റോണിയോ ക്രൂസ് ഓർ ഫെലിക്സ് വാഗാസ്? ആരാണ് ഈ മത്സരത്തിൽ വിജയിക്കുന്നത്? അക്കോർഡിംഗ് ടു യുവർ തോട്ട്, ഇത് ഫെലിക്സ് വാഗാസ് ആണോ അന്റോണിയോ ക്രൂസ് ആണോ? The Amigo brothers rushed to each other after the final bout. Why? What does this tell us about their relationship? സോ അവർ രണ്ടുപേരും മത്സരത്തിന് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തു. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? സോ ഈ ഒരു 10 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം. സോ ഇവിടെ വെച്ച് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് comment on the comment section below. Then please share and subscribe my videos. Please share my videos, watch my videos and subscribe my channel. Then share my videos with your friends. Okay, thank you very much for watching my video. അതിനുശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ മീറ്റ് ചെയ്യും. Okay, until then, bye.